മൂകാംബിക അല്ലേ? അമ്മയുടെ കുങ്കുമമാണ് നെറ്റിയിൽ. ഇത് മൂകാംബിക അമ്മ. അന്ന് അത്രയും തിരക്കിനിടയ്ക്ക് ഞാനത് വാങ്ങിച്ചെടുത്ത്. ചായ സിമ്മിലിട്ടത്. ഓക്കെ, ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഓരോന്ന് ഇരിക്കാൻ വേണ്ടി. ചായ ഇടാൻ വേണം. എപ്പോഴും ചായ ഇടുമ്പോൾ നമ്മൾ പഞ്ചസാര വേണം എന്ത് ചെയ്യാൻ, ആദ്യം ഇടാൻ. പഞ്ചസാര ഇട്ട് ഒന്ന് അലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ലോണം ഇളക്കുക. എപ്പോഴും ചായ ഇടുമ്പോൾ ആദ്യം പഞ്ചസാര വേണം ഇടാൻ. അതിലോട്ട് ആ പഞ്ചസാര എന്ത് ചെയ്യും, ഞാനിവിടെ AVTയുടെ ചായപ്പൊടി എപ്പോഴും ഉപയോഗിക്കുക. ചായ ഇടാൻ വേണ്ടി കുറച്ചുകൂടെ ഇട്ടൊക്കെ കടുപ്പ്. സാധാരണ എപ്പോഴും ഞാൻ പൊടി മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ 2-3 ഏലക്ക പൊടിച്ച് ചായപ്പൊടിയിലോട്ട് ഇട്ട് വയ്ക്കും. കുറേ നാളുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യലില്ല. ഇനി എല്ലാം കറക്റ്റ് ചെയ്യണം. എപ്പോഴും ഞാൻ ചായ ഇടുമ്പോൾ ഇത്തിരി ഏലക്ക ഇടും. ഇഞ്ചി ഇടാറുണ്ട് കേട്ടോ, ചിലപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് ഇടാറുണ്ട്. ഒരു കപ്പ് പാലല്ലേ? കട്ടിയുള്ള പാലാണ്, നല്ല നാടൻ പശുവും പാലാണ്. നല്ല കട്ടിയുള്ള പാൽ. ചായ നല്ല തിളച്ച് നല്ല അടിപൊളിയാണ്. ഏറ്റവും ഇനി ദോശ ശരിയാക്കാൻ പോവുകയാണ്. ദോശയാണ് ഇനി മോർണിംഗിൽ നമുക്ക് കഴിക്കാൻ. ഉപ്പിട്ട് ഇനി ഇത് മിക്സ് ചെയ്യും. ഇന്നലെ അരച്ച് വെച്ച ദോശയാണ്, ദോശമാവ്. ഇത് 2 കറി രാവിലെയും വൈകിട്ടും. ദോശ തന്നെ, ദോശ, നല്ല ദോശ. വെള്ളം തിളപ്പിക്കണം. ഞങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റവ് മാത്രമേ ഉള്ളൂ.
ഇനി വേറെ സ്റ്റൗ ദോശ, ഫ്രഷ് ദോശ. നീല ബേബിനോട് പേളിമണി പറയുന്നത് ദോശ അമ്മ ദോശ, അമ്മ ചുട്ട ദോശ. ഭയങ്കര ഇഷ്ടമാണ് പേളിന്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. ചെക്കുവിന് ഏറ്റവും ഇഷ്ടം പേളിനെയും ശ്രീനീഷിനെയും നിലനെയും നിറ്റാരനെയാണ് ഇഷ്ടം. പേളിനെയാണ് ജീവൻ. ജീവൻ എന്നല്ല, എനിക്ക് ഇഷ്ടമാണ് പേളിന്റെ ക്യാരക്ടർ, രീതി. അഹങ്കാരം ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് പേളിമാണി. എപ്പോഴും ശ്രീനീഷും പാവം. എപ്പോഴും വീഡിയോയിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാണ് പേളി പറയുന്നത്. അതെ അതെ സത്യം. പേളി എപ്പോഴും പോസിറ്റീവാണ്. പേളി മറ്റുള്ളവരെയും പോസിറ്റീവ് ആക്കും, പേളിയും പോസിറ്റീവ് ആക്കും. പേളിമാന് ഒരു മാങ്ങാച്ചാറ് കൊടുത്തല്ലോ. മാങ്ങ. ചെക്കുവിന്റെ ദോശ. ഇതെന്റെ ദോശക്ക് എന്ത് കുഴപ്പം? അടിപൊളി ദോശ, നല്ല സോഫ്റ്റ്. അതേ കണ്ടോ, സോഫ്റ്റ് ദോശ, പഞ്ഞി പോലെ ഇരിക്കുന്ന ദോശ. ഇതുകൊണ്ടോ സോഫ്റ്റ്. വലിയ ആഡംബരത്തിലൊന്നും അല്ല ഉണ്ടാക്കിയത്, പക്ഷെ നല്ല സോഫ്റ്റ്. അടിപൊളി. ഈ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന തട്ടുകടയിലെ ദോശ കഴിഞ്ഞും കൊള്ളായത്. പിന്നെ അതതിന്റെ മാവിന് കറക്റ്റ് ആക്കണം. മനുഷ്യൻ കൊടുക്കുമ്പോ നല്ല രീതിയിൽ വേണം കൊടുക്കാൻ. ഒരു ദളം മാത്രം വിടർന്നു നീ ചെമ്പനി മുകുളമായി മുന്നിൽ നിന്നു തരളതപോങ്ങൾ ഉള്ളി നോവിക്കാതെ അറിയാതെ നാം ഒന്നു ചേർന്നു. ഒരു തളം മാത്രം വിടർന്നു നീ ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കുറുമ്പിയാണ് ഇവള്, ഭയങ്കര കുറുമ്പിയാണ്. പക്ഷെ ആള് പാവം. ഞാൻ ഒരു പാവല്ല, ഇല്ലട്ടാ, ആള് പാവട്ടാ. ഭയങ്കര കലിപ്പാണ് ഇടക്ക്, രക്ഷയില്ല. പക്ഷെ ആള് ഭയങ്കര നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ്. കുറുമ്പിയാണ്, കുറുമ്പി. നല്ല മനസ്സെന്ന് സ്പൂണ് പറഞ്ഞു. രാവിലെ തന്നെ നല്ല വിശപ്പ്. ഇന്ന് എഴുന്നേറ്റത് വൈകിപ്പോയി. കാരണം അല്ലെങ്കിൽ സാധാരണ 4 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന 2 ദിവസമായിട്ട് പുള്ളിക്കാരത്തേക്ക് സുഖമില്ല. അപ്പം അത് കാരണം 2 ദിവസം മഴയായിരുന്നല്ലോ നല്ല. അപ്പം അത് കാരണം ആള് ശാന്തമായിട്ടൊക്കെ ഇരുന്ന് എല്ലാം ചെയ്ത് കൂട്ടിയൊക്കെ വന്നപ്പോൾ ബോഡി വീക്കായി. ഞാൻ പറഞ്ഞു എന്നാ റെസ്റ്റ് ചെയ്തു, ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. 2 ദിവസം ഞാനല്ലേ കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ 2 ദിവസം കുക്ക് ചെയ്തു. ചെക്കന്നല്ല, നോണ പറയല്ലേ. എന്താണ് മറന്നുപോയ കുട്ടി? ഇന്നാണ് ചക്ക കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. എടുത്തോ. ചെക്കുന്റെ ദോശ ഒട്ടിപ്പോയാ? തീ കുറച്ച് വെക്ക്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ദോശയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. മാസത്തിലും 2 മാസം കൂടുമ്പോൾ ദോശ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഉപ്പുമാവ്, പുട്ട്, കഞ്ഞി ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. മിക്കവാറും ഉപ്പുമാവും പുട്ടും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വെളിയിൽ കഴിക്കും. ദോശ അപൂർവങ്ങളിൽ അപൂർവം ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. കാരണം അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും പെട്ടെന്ന് എന്ത് ചെയ്യണം, 4 ദോശ വീതം പെട്ടെന്ന് കൊണ്ടാക്കിയിട്ട് നിർത്താൻ പോവാം. കാരണം
ഒത്തിരി ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് എനിക്ക് പറ്റുന്നില്ല. വിശന്നിട്ടും വയ്യ, എനിക്ക് ക്ഷീണമുണ്ട് നല്ല. 2 ദിവസം കൊണ്ട് ഈ വീട് ഷിഫ്റ്റിങ്ങും അലച്ചിലും ഒരുപാട് വേറെ കുറേ കാര്യങ്ങളുള്ള സ്ട്രെയിനിങ്ങും ഒക്കെ ഒന്ന് ഇപ്പം ഫ്രീ ആയപ്പം എനിക്ക് പനിയുണ്ട്, കഫക്കെട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് വയ്യാണ്ടുണ്ട്. ഞാൻ റെസ്റ്റൊന്നും 4 മാസം കൊണ്ടേ റെസ്റ്റ് എടുക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടും റെസ്റ്റ് ഒന്നും ഇല്ലാതെ ഓടുന്ന ഒരാളാണ്. അപ്പം ഇപ്പം ഞാൻ റെസ്റ്റിലാണ്. ഓരോ കാര്യങ്ങളിലും ഞാനിങ്ങനെ തളർന്നു പോയ ഇവിടുത്തെ ഒരു കാര്യം നടക്കത്തില്ല. എല്ലാം ഇങ്ങനെ എൻ്റെ തലമണ്ടയിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റെസ്റ്റ് എടുത്താൽ ഇങ്ങനെ കാര്യം ശരി. ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കണ്ണൻ്റെ തലയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ. കണ്ണൻ്റെ ജോലിക്ക് പോകണം അല്ലേ, പിന്നെ കഴിക്കാൻ എടുക്കണം. നമ്മൾ എത്രണ്ണായി? 3, 4. കണ്ണനെ വന്നിട്ട് ചുട്ടാ മതിയോ? ഞാൻ കഴിക്കട്ടെ. കണ്ണന് പല്ലൊക്കെ തേച്ച് കുളിച്ചു വരണ്ടേ? അപ്പൊ ഞാൻ കഴിക്കാം. ചിക്കൻ ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് എടുക്കും. ഞാൻ ആരാ മോള് കഴിക്കുന്ന കൂടെ ഒരു കപ്പ് ചായ വേണം. അതെനിക്ക് എപ്പോഴും നിർബന്ധമുള്ള ഒരു കാര്യം. 1 കപ്പ് ചായ. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജാമുണ്ടല്ലോ അവിടെ, ജാം, അതുകൊണ്ട് സ്പെഷ്യൽ ജാമും ദോശയും ചമ്മന്തിയൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി ജാമ കഴിക്കാൻ പോകുന്നു. ഇവിടുത്തെ മാംഗോ എടുത്ത് ജാം ശരിയാക്കിയത്. എല്ലാവർക്കും ദേവരാഗം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ കുളി കഴിഞ്ഞു, വിളക്ക് തീര് കഴിഞ്ഞു, ദോശ ഉണ്ടാക്കി, ചായ എടുത്ത്. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കാറില്ല, ഞങ്ങൾ ഒന്നിച്ചാൽ കഴിക്കുക. ഇനി കണ്ണന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം കഴിക്കാൻ. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞു, ചായ ഇട്ടപ്പോൾ ഞാൻ കുടിക്കട്ടെ. എന്നിട്ട് കണ്ണൻ കുളി കഴിയുമ്പോൾ കണ്ണൻ കഴിച്ചോളൂ അല്ലേ? കഴിക്കട്ടെ. സൂപ്പർ. അപ്പം എല്ലാവർക്കും ദേവരാഗം ചാനലിലേക്കും ദേവലോകം ചാനലിലേക്കും ഹാർദവമായ സ്വാഗതം. നല്ല ദോശയും നല്ല ജാമും ദോശയും ഭയങ്കര നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലല്ലോ. ഒറിജിനല് നല്ല നാച്ചുറൽ മാംഗോയാണ്. മാംഗോ ജാമ. നിങ്ങളും അത് ശരിയാക്കണം. ശരിയാക്കേണ്ട ടെക്നിക്ക് നമ്മുടെ വീഡിയോയിലുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതേപോലെ ശ്രമിക്കുക. പരമാവധി നമ്മൾ നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അസുഖങ്ങളെ ഒരു കറിയും വേണ്ട, ഈ ചായയും ഈ ദോശയും കൂടെ ഉണ്ടാക്കി കഴിക്കാം. കാരണം നല്ല സോഫ്റ്റ് ദോശയാണ്, നല്ല ചായയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നു, നല്ല ചായയും നല്ല ദോശയും. നാച്ചുറൽ ഭക്ഷണം, പ്രകൃതിപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ക്യാൻസർ മറ്റുള്ള രോഗങ്ങളെ അകറ്റുക, നന്നായി ജീവിക്കുക. കുടുംബത്തെ സമാധാനമായിട്ട് കൊണ്ടുപോകേണ്ടത് ഒരു പെൺകുട്ടിയുടെയും അമ്മയുടെയും കടമയാണ്. അതെ അതെ, കുറുമ്പിയാണെന്ന് മാത്രം. ഭയങ്കര കുറുമ്പ. ഇവളുടെ കുറുമ്പ് ഇവളുടെ മൂക്കിന് ഉണ്ടാവും. കുറുമ്പി എന്ന് പറഞ്ഞാണ്ടല്ലോ, ഐസ്ക്രീം കണ്ടാ മതി അവള് പിന്നെ തൊടിക്കൂല നമ്മളെ, എല്ലാം അടിച്ച് തീർക്കും അവള്. ഓക്കെ, ബൈ ബൈ. ആസ്വദിക്കണം. കാരണം ഒരു ദോശയാണെങ്കിലും നമ്മളെ വീട്ടിൽ ഒരു ദോശയുള്ളൂ, കറിയൊന്നും ഇല്ലെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും അതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ആസ്വദിക്കാൻ പഠിക്കണം. അപ്പൊ നമുക്കത് ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് മാറും. അതെ, സത്യം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലസ്.